മൂന്നാം ലോക യുദ്ധം അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കും ഒന്ന് പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം ഇപ്പൊ എല്ലാവരും പണം കൊടുത്തല്ലേ വെള്ളം മേടിക്കുന്നത്. യാതൊരുവിധ ആകാശത്തുനിന്ന് വരുന്ന വെള്ളം നമ്മൾ പണം കൊടുത്ത് മേടിക്കുന്നു. അതും വിഷം കലക്കിയ വെള്ളം, ക്ലോറിനൊക്കെ ഉപയോഗിച്ച വെള്ളം. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല. റിലാക്സേഷൻ ഫ്ലാറ്റുകാർക്ക് എല്ലാം ആ ഒരു ഭൂമിയിലെ ഔഷധ ഗുണമായിട്ടുള്ള വെള്ളമായിരിക്കും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്നാൽ മാത്രമേ അവരുടെ ജീവിതം അവർക്ക് സന്തുഷ്ടമായിട്ട് കൊണ്ടുവന്നു കൊടുക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു യുദ്ധമോ അല്ലെങ്കിൽ പ്രളയമോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി പറയുന്നു, ആ ഒരു ആലുവയിലെ ആ ഒരു വാട്ടർ പ്ലാന്റ് ഒന്ന് കംപ്ലൈന്റ് ആയാൽ മതി, എല്ലാവരുടെയും വെള്ളം കൂടി മുട്ടും. കാരണം അപ്പോൾ പോയിട്ട് ഭൂമി കുഴിച്ചാൽ ഒരിക്കലും വെള്ളം അവിടെ ഉണ്ടാവില്ല. കാരണം ഭൂഗർഭജലം എന്ന് പറയുന്നത് വലിയൊരു സോഴ്സാണ്. ഈ പെയ്യുന്ന മഴകളെല്ലാം അവിടെ സംഭരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭൂഗർഭജലം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ കൺവേർട്ട് ആണോ? അതിന് മരങ്ങൾ വേണം. അപ്പോൾ മരങ്ങൾ വെട്ടിക്കളയുന്നു, ജലാശയങ്ങൾ വറ്റിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു അവരുടെ പ്ലാനാണ്. കാരണം ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു സമ്പത്ത് വാട്ടറാണ്. ഓക്കെ, ബിറ്റ്കോയിനും കാര്യങ്ങളൊന്നും അല്ല. ഇനി അസറ്റായിട്ടുള്ളത് വെള്ളമാണ്. കാരണം വായു വിറ്റു, ഇനി അടുത്ത വെള്ളം വിൽക്കണം. ഓക്കെ, ഈ ഒരു വെള്ളം കണ്ടില്ലേ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ്. പക്ഷെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന് ടാങ്കിൽ എലി ചത്തിട്ടുണ്ടാവാം, പാമ്പ് വീണിട്ടുണ്ടാവാം, പിന്നെ ആ വരുന്ന ഒരു പൈപ്പ് കണക്ഷൻ അല്ലെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി കാണ വഴിയെല്ലാം വെള്ളം കയറിയിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കുടിക്കുന്നത്. അതോടൊപ്പം ക്ലോറിൻ. ഓക്കെ, ക്ലോറിൻ അത് നമ്മൾ ഫണ്ടമെന്റലായിട്ട് എടുത്ത് പറയുന്നുള്ളൂ. പിന്നെ നാച്ചുറലി വരുന്ന ഈ പറയുന്ന അഴുക്കുകളെല്ലാം കഴിഞ്ഞിട്ട് അത് വരുള്ളൂ. കാരണം നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സിസ്റ്റം എല്ലാം അറിയാം അല്ലേ, യാതൊരു ഹെൽത്ത് കോൺഷ്യസ് ഇല്ല. അപ്പോൾ ആ ഒരു ടാങ്കൊക്കെ ആ ഒരു വർഷം അല്ലെ എപ്പോൾ തുടങ്ങി അന്നോട്ടുള്ള അഴുക്കെല്ലാം അതിൽ കിടപ്പുണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് മഴ പെയ്ത് ഫിൽട്ടർ എല്ലാം കഴിഞ്ഞ് ഭൂമിയുടെ അടിയിൽ പോയി ശേഖരിക്കപ്പെട്ട വെള്ളം നമ്മൾ തിരിച്ച് പമ്പ് വഴി അടിച്ചെടുക്കുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് ചിന്തിക്കും, മാറി തുടങ്ങണം. ഇല്ലെങ്കിൽ യാതൊരു കാര്യമില്ല. കാരണം അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കും കൂടി നിങ്ങൾ കുടിക്കുന്നുണ്ട്. കാരണം പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് നിങ്ങൾ അത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വെയിൽ കൊണ്ടുവരുമ്പോൾ അവിടെ റിയാക്ഷൻ നടന്ന് ആ ഒരു ചീപ്പ് പ്ലാസ്റ്റിക് ആ ഒരു വെള്ളത്തിൽ മിക്സ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന്റെ ആ ഒരു മുലപ്പാലിൽ പോലും പ്ലാസ്റ്റിക് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ പക്ഷേ ചില ആൾക്കാരുടെ ലക്ഷ്യമാണ്. ഇതെല്ലാം ബ്രേക്ക് ചെയ്യലാണ് റിലാക്സേഷന്റെ മോട്ടീവ്. റിലാക്സേഷനെ ആശ്രയിക്കുന്നവരാരും ആ ഒരു വിഡ്ഢിത്തരത്തിൽ പോയി ചാടില്ല. കാരണം വേറൊന്നുമല്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു കവാടം പോലെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും.